ബാർക്കോഴയിൽ കെ ബാബുവിനെതിരായ പുതിയ പരാതി സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് വിജിലൻസ് ഡയറക്ടറാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ലെന്നും വിജിലൻസിന് പൂർണ്ണ അധികാരമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നിത്തലയുടെ വാക്കുകൾ. അതെന്ത് ചെയ്യണമെന്ന് ഡയറക്ടർ വിജിലൻസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്തിപ്പോൾ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അതെല്ലാം വിജിലൻസ് ഡയറക്ടറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അവർക്ക് കിട്ടിയ പരാതി പരിശോധിച്ച് യുക്തമായ നടപടികൾ എടുക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ട്. വിജിലൻസ് എപ്പോഴും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. ഏത് പരാതി കിട്ടിയാലും ആ പരാതിയിൽ യുക്തമായ നടപടികൾ എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, അതായത് കോടതിയുടെ പരാമർശം വിജിലൻസിനെതിരെ എത്തിയതിനു ശേഷം ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി ഇത്ര ദൃഢതയോടുകൂടി ഈ കേസിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് ആദ്യമായിരിക്കും. അങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അതിൻ്റെ മാനങ്ങൾ എന്തൊക്കെ, നിരീക്ഷകരെ അടക്കം ക്രോഡീകരിക്കുമ്പോൾ? അജിംഷാദ്, എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനെതിരെ ബാർക്കോഴ ആരോപണത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകനായ ഖാലിദ് മുണ്ടപ്പള്ളി നൽകിയ പരാതിയെക്കുറിച്ചാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത്. ഈ പരാതിയിൽ എന്ത് നടപടിയെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വിജിലൻസ് ഡയറക്ടർ വിൻസൻ പോൾ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിജിലൻസിന്റെ ഇത്തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളിലും സർക്കാരോ താനോ ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ ഒരു പരാതി വിജിലൻസിന് ലഭിക്കുമ്പോൾ അതിൽ സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ വിജിലൻസിന് അധികാരമുണ്ട്. അത് അവർ ചെയ്യുക തന്നെ ചെയ്യും. അതിനപ്പുറത്ത് തനിക്കൊന്നും പറയാനില്ല എന്ന രീതിയിലാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി കെ ബാബുവിനും മന്ത്രിയായിരുന്ന കെ എം മാണിക്കും രണ്ട് നീതിയാണ് നടപ്പാക്കപ്പെട്ടത് എന്നുള്ള ആക്ഷേപത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. നേരത്തെയുള്ള തന്റെ പ്രതികരണം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചത്. ഇത്തരത്തിൽ ഉള്ള ഒരു ആക്ഷേപത്തിന് കടമ്പില്ല. ഒരു പരാതി അല്ലെങ്കിൽ ഈ വ്യത്യസ്തമായ കേസുകളിൽ ഏതൊക്കെ നിലപാടുകൾ, ഏതൊക്കെ രീതിയിൽ അന്വേഷണം നടത്തണമെന്നത് തീരുമാനിക്കേണ്ടത് വിജിലൻസ് മാത്രമാണ്. അതിലൊന്നും സർക്കാർ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാബുവിനെതിരായ പരാതിയിൽ ഒരു അന്വേഷണ രീതിയാണ് കൈക്കൊള്ളതെങ്കിൽ മറ്റൊരു പരാതിയിൽ മറ്റൊരു അന്വേഷണ രീതി കൈക്കൊള്ളാൻ വിജിലൻസിന് അധികാരമുണ്ട്. അതെല്ലാം വിജിലൻസ് സ്വതന്ത്രമായി തീരുമാനിച്ചതാണെന്നാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ബിജു രാധാകൃഷ്ണനുമായി പൂജപ്പുര ജയിൽ സൂപ്രണ്ട് നിരന്തരം കൂടിക്കാഴ്ച നടത്തി, നിരന്തരം സംസാരിച്ചു എന്ന ആരോപണത്തെക്കുറിച്ചും എന്ന വാർത്തയെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഇത്തരത്തിലൊരു വാർത്ത, ഇത്തരത്തിലൊരു ആരോപണം ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും കെ ബാബുവിനെതിരെ ലഭിച്ചിരിക്കുന്ന പുതിയ പരാതിയിൽ വിജിലൻസ് ഡയറക്ടർ ഉചിതമായ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അജിംഷാദ്.